LKG മുതൽ +2 വരെ അധ്യയനം നടത്തുന്ന, എനിക്ക് തോന്നുന്നു കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ തന്നെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ഇനിയും ചെയ്യേണ്ടത്? ഏത് രീതിയിൽ നമുക്ക് സ്കൂളിനെ നന്മയിലേക്ക് നയിക്കാം എന്നൊക്കെ കേൾക്കാനായിട്ടാണ് ഈ മീറ്റിംഗിന്റെ അല്ലെങ്കിൽ യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം. നമ്മുടെ സ്കൂള് വളരെ മനോഹരമായി, ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സ്കൂളുകളിൽ വെച്ച് ഭൗതിക സാഹചര്യങ്ങളിലും എല്ലാം തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു സ്കൂളാണ്. വിജയിച്ചതുകൊണ്ടാണ് എന്റെ മകനെ ഞാൻ ഹയർ സെക്കൻഡറിയിലേക്ക് വീണ്ടും ചേർത്തത്. അതിന്റെ കൃത്യമായ ലാഭം അല്ലെങ്കിൽ ഗുണം എനിക്ക് ലഭിച്ചു എന്ന് എനിക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട്. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ മകനെ ഞാൻ പറഞ്ഞയച്ചത്. പന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോഡിനരികിലുള്ള ഒരു സ്കൂളാണ്, ഏറ്റവും വലിയൊരു ഗ്രൗണ്ടുള്ള സ്കൂളാണ്. ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ഓരോ ഗവൺമെന്റ് മെമ്പർമാരും വാശി പിടിച്ച് ഇപ്പൊ അടുത്ത് ഒരു 10 ലക്ഷം രൂപയുടെ ചുറ്റുമതിൽ ഉണ്ടാക്കാൻ പോവാണ്. 19 ലക്ഷം രൂപ ഇപ്പൊ ലാബിന് വേണ്ടി അനുവദിച്ചു. ഇത്രയും സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്തെ കുട്ടികൾക്ക് ലഭിക്കണമെങ്കിൽ ഇത്തരം മനോഹരമായ ക്യാമ്പസിൽ നമ്മുടെ കുട്ടികൾ എത്തിച്ചേരണം. അതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണിത്. നമുക്കിത് വിജയിപ്പിക്കണം. അതേപോലെ ജില്ലാ പഞ്ചായത്ത് വലിയ ഫണ്ട് ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ. അപ്പൊ ആ വിദ്യാലയം നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ സ്കൂൾ അത്രയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. കാരണം അധ്യാപകരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളുടെ സ്കൂൾ ആദ്യകാലങ്ങളിൽ നിന്നുള്ള ഒരുപാട് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, പരാതികൾ ഉണ്ടാവാം. അതില്ലാതെ എവിടെയാണുള്ളത്? ഒരു ചെറിയ ഏറ്റവും തൂവെള്ള വസ്ത്രമാണെങ്കിലും ഒരു ചെറിയ അഴുക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷർട്ടിൽ എന്ത് കാണുന്നു എന്നുള്ള ചോദ്യത്തിന് കിട്ടുന്ന മറുപടി ഒരു കറുപ്പ് കാണുന്നു എന്ന് തന്നെയായിരിക്കും. ആകാശത്തേക്ക് നോക്കുമ്പോൾ എത്ര വെണ്മയുള്ളതാണെങ്കിലും ഇച്ചിരി കാറുണ്ടെങ്കിൽ ആകാശത്ത് കാറുണ്ട് എന്നേ പറയുകയുള്ളൂ. അത് സ്വാഭാവികമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, പന്നൂർ ഹൈസ്കൂളിൽ, പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിങ്ങളുടെ കുട്ടികൾ വളരെ സുരക്ഷിതരാണ്. ഞങ്ങൾക്ക് കുട്ടികളെ ഓരോരുത്തരെയും അറിയാം, അവരുടെ പ്രശ്നങ്ങൾ അറിയാം, രക്ഷിതാക്കളെ അറിയാം. രക്ഷിതാക്കളോട് വിളിച്ച് ഓരോരോ കുട്ടിക്കും വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയാറുണ്ട്. നിങ്ങൾ അതിന് അനുഭവസ്ഥരുമായിരിക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല. എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് പറയുന്നത് പോലെ എന്താണോ കാണുന്നത് അതേ കുട്ടി പഠിക്കുള്ളൂ. താനും ചുറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുണ്ടൊരു ചോന്നുള്ളി ചമ്മന്തി അത്രമാത്രം. ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ ദേഹമൊട്ടാകെ വിറച്ചിരുന്നു. വല്ലാതെയില്ല വിശപ്പെനിക്കെങ്കിലും വല്ലായ്മയുണ്ടെന്ന് ഞാൻ നടിച്ചു. പഷ്ണിക്കഞ്ഞിയിൽ ഓരോ നെടിയരി വച്ചു മാത്രം. എന്നോട് ഉമ്മ പറഞ്ഞു, പറ്റിയില്ല മീൻകറി ഉണ്ടാക്കാൻ. ഈ കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വേണ്ടേ? വിണ്ണുവാൻ നിൽക്കാതെ ഉണ്ണി പോ. ഇപ്പോ എന്റെ ഉണ്ണി പൊയ്ക്കോളൂ. 4 മണി വിട്ട് നീ വരുമ്പോഴേക്ക് അയലച്ചാറുണ്ടാക്കി വെച്ചിടാം ഞാൻ. നീ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് ഞാൻ അയലച്ചാറുണ്ടാക്കി വെക്കാം. ഇപ്പൊ നീ പൊയ്ക്കോളൂ.
ഈ കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വെക്കണ്ടേ? അന്നൊക്കെ എൻ നാട്ടിൽ ഭൂരിജനങ്ങൾക്ക് കെട്ടിപ്പിടിച്ചുമ്മ പൊട്ടിക്കരഞ്ഞു പോയി. അതാണ് അമ്മയെ മകനെ ചേർത്ത് പിടിച്ചു അമ്മ. യാതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാമാ വേദം, വിശപ്പെന്നതോർത്തുകൊണ്ടാൽ വയ്ക്കുന്ന പള്ളക്കിര തേടി വാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. എന്ത് കാണുന്നു, എന്തറിയുന്നു, അതാണ് പാഠം. കുട്ടി, നമ്മളാണ് മാതൃക, രക്ഷിതാക്കൾ മാതൃകകളാണ്.